ഓക്കെ. റിക്രൂട്ട്മെന്റ് ഗൈസ് എടുക്കണം. പക്ഷെ നമ്മള് അതൊക്കെ ഇനി അങ്ങോട്ട് പോണ ദിവസം എടുക്കുക. എന്തായാലും ഇപ്പൊ ഇറങ്ങിയവര് മാത്രമേ ഉള്ളൂ. ഇറങ്ങിയവര് മാത്രമാണ് നമ്മള് അവരെ വെച്ചിട്ടാണ് ഗ്യാങ് തന്നെ ഫോം ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ചടന പഠന ചടന ചടന അങ്ങനെ എടുക്കത്തില്ല. എന്തായാലും എല്ലാവർക്കും ഓക്കെ ആണ്, എല്ലാം മനസ്സിലാക്കിയിട്ടൊക്കെ എടുക്കത്തുള്ളൂ. ന്യൂ ചാപ്റ്റർ. യെസ്, ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ്, ഇത് ഈ ഒരു ഗ്യാങ് തുടങ്ങിയില്ലെങ്കിൽ ലൈക്ക് എല്ലാവരും ഭയങ്കര രീതിയിൽ സ്പ്ലിറ്റ് ആയി പോവും. ആഹ് അത് മനസ്സിലായി. അത് എനിക്ക് പോകാൻ അങ്ങനെ താല്പര്യം ഇല്ല, സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഒരുമിച്ച് തന്നെ കാണണം. പിന്നെ ഒരുമിച്ച് തന്നെ നിൽക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒരു ഇതും ഇല്ല. അത്രേ ഉള്ളൂ, അതാണ് മൈൻഡിൽ തന്നെ. എല്ലാവരും ഇറങ്ങിയവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഇനി അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇതായത്. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. പക്ഷെ ഇനി കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇനി കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര്, അതിനൊരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഒരു വകയില്ല. അതിന് ഒന്നേന്ന് ബിൽഡ് ചെയ്യണം മൊത്തത്തില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പുതിയ സെർവറിലാണ് കളിക്കുന്നത്, ഡിമനിലാണ്. നമുക്ക് ഈ മണിയായിട്ട് ഈക്കോ ഇല്ല, വീടില്ല, വണ്ടിയില്ല, ഗ്യാങ് ഡ്രസ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു പേര്, നമ്മളൊരു ഫോം ലൈക്ക് ഇത് മാത്രം ഉണ്ട്. ഇനി ഒന്നേന്ന് തുടങ്ങുവാണ്, മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിന്നേ തുടങ്ങുവാണ്. സോ അത് ഭയങ്കരമായിട്ട് വലിയൊരു ചടങ്ങാണ് സത്യം പറഞ്ഞത്. ഇതിനിടയ്ക്ക് എന്തൊക്കെ വരും, എന്തൊക്കെ പ്രശ്നം വരും ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എടാ ഇവിടെ എന്താ ദാമു ഒക്കെ സ്പാം ചെയ്യുന്നത്? എടാ ദാമു T47 അല്ലേ കളിക്കുന്നേ? അപ്പൊ അവിടെ കളിക്കട്ടെ. നമ്മൾ എന്തായാലും ഇറങ്ങി ഇത്രയും പേരാണ്. ദാമു ഓൾറെഡി രണ്ട് സൈഡിലും ഇല്ല എന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുത്തിട്ടാണ് അവൻ T47 കയറി. അപ്പൊ ഈ സ്പാം ഇടണ്ട, മനസ്സിലായ? അവൻ ഇവിടെ വരുമോ അല്ലെങ്കിൽ എന്താണ് പ്ലാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ സ്പാം ഇടണ്ട. പിന്നെ സ്പീഡിന്റെ കേസ് മാത്രം എനിക്കറിയാം. സ്പീഡ് T47 കയറിയത് കേസ് ഞാൻ പറഞ്ഞില്ല, ഒന്നും കൂടി ഞാൻ പറയണം. നമ്മളിവിടെ ഇത്രയും ദിവസമായിട്ട് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് ഒന്നിനും ഇല്ല. ഇപ്പൊ നമ്മള് കുറച്ച് പേര് ഗെയിം കളിക്കുന്നു, വേറെ ഗെയിംസ് കളിക്കുന്നു, RP ആരും ഫോക്കസ്ഡ് ഇല്ല. നമ്മളെല്ലാരും തിരിച്ച് സിറ്റിസൺ RP കളിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കണ്ടല്ലേ, സിറ്റി കയറുന്ന ലൈക്ക് നമുക്ക് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇതിൽ ഭയങ്കര ശോകമായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ടാണ് അവൻ കയറിയത്. വൺസ് നമ്മൾ എന്തെങ്കിലും തുടങ്ങുവാണെങ്കിൽ അവൻ ലൈക്ക് അവിടെ ആക്റ്റീവ് ആയിരിക്കത്തില്ല, മനസ്സിലാവും, അവൻ അവിടെ കളിക്കത്തില്ല. അത്രേ ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അവൻ അവിടെ ലൈക്ക് അവൻ ഇപ്പൊ നമ്മൾ തുടങ്ങി ലൈക്ക് ഇപ്പൊ ഗ്യാങ് ആയി. സോ അവൻ ഇനി അവിടെ കളിക്കത്തില്ല, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അവര് ബോറടിച്ചിരുന്നോണ്ട് കയറിയതാണ്. ബോറടിച്ചത് മാത്രമല്ല, അവന്റെ ഫ്രണ്ട്സ് സർക്കിൾ എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ കളിക്കാൻ കയറിയതാണ്, മനസ്സിലായോ? അവരും ഇതല്ലേ, അവരും കളിക്കണ്ടേ? നമുക്ക് പിടിച്ചിർത്താൻ പറ്റും. എടാ കളിക്കോട്ടോ, നീ ഒന്നും കളിക്കണ്ടോ, നീ ഇങ്ങനെ കുത്തിരി. അവൻ ഒന്നാമതെ ഗൈസ് പുറത്ത് കിടന്ന് ജോലി ചെയ്യുന്നതാണ്. അവൻ ഒന്നാമത് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ആകെ കിട്ടുന്ന കുറച്ച് ടൈമിലാണ് അവൻ ഗെയിം കളിക്കുന്നത്. അപ്പൊ അവൻ ഇവിടെ വന്നിരിക്കുമ്പോൾ അവന് കൂടുതൽ ഇൻട്രസ്റ്റ് 5M കളിക്കാനാണ് അവന് കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ കയറിയത്. എല്ലാരും കൂടി അവന് മറ്റേ അവൻ പോയില്ല നമ്മളെ വിട്ട് പോയിട്ടൊന്നും ഇല്ല അവൻ, മനസ്സിലായോ? അവൻ ഉണ്ട്. അവൻ പറഞ്ഞതാണ്, അവൻ വരുമ്പോ ഗ്യാങ് ആവുമ്പോ അഥവാ എന്തെങ്കിലും ആവുമ്പോ അവൻ നമ്മളെ കൂടെ കാണുവാണ്, പിന്നെ വേറെ ഗ്യാങ്ങിലൊന്നും കളിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അത് പിന്നെ അതിനെപ്പറ്റി എന്തിനാണ് പറയണേ? കളർ കോംബോ റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് യെസ് കളർ കോംബോ ഒക്കെ ഇത് തന്നെ, റെഡും ബ്ലാക്കും ഒക്കെ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നത് അന്തേരിയാണെന്ന് തോന്നുന്നു. അവരെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കളർ പാറ്റേൺ കിട്ടും. അവരെന്തോ നേരത്തെ അവരായോണ്ട് എടുത്തു വെച്ചോണ്ട് എന്തായാലും കിട്ടും. ലീഡർ ആണ് ഷോർട്ട് ഷോർട്ട് ഡയോസ് എന്നാണ് കേസ്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡൈ ഓർ സലണ്ടർ എന്നാണ്. പിന്നെ എല്ലാവരും ഡി അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല, ഡയോസ് എന്നാണ് കറക്റ്റാ പറയുന്നത്. ഡയോസ് എന്ന്. ഇത് എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടുള്ളതൊക്കെ നാളെ നമുക്ക് വിശദീകരിച്ച് RPയിൽ തന്നെ സെറ്റാക്കാം. ഓക്കെ, നാളെ എല്ലാം സെറ്റാണ്. നാളെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് RP കാര്യങ്ങൾ. ഇന്നുണ്ട് RP, ഞാൻ ഇന്ന് കയറും. പക്ഷെ അതിന് മുമ്പേ നമുക്ക് ഗ്യാങ് കാര്യങ്ങളൊക്കെ സ്ലോട്ട് ഇടണം, ഗ്യാങ് സ്ലോട്ട് ഇടണം. അപ്പൊ കളേഴ്സ് ഇടണം. അത് ഇപ്പൊ തന്നെ ഇവിടെ നിന്നാണ് തുടങ്ങണം. ആ വീഡിയോ ഇന്നലെ രാത്രിയാണ് ഗൈസ് കാണുന്നത്. നമ്മള് വീഡിയോ അവനാണ് ചെയ്തത്. സുനിമോനായിരുന്നു കുത്തിയിരുന്ന് ചെയ്തിട്ട് ഇന്നലെ രാത്രി നമുക്ക് വിളിച്ചിരുത്തി കാണിച്ച്. സത്യം പറഞ്ഞാൽ കുറച്ച് കരഞ്ഞ്.
എല്ലാരും കുറെ വിഷമമായി കണ്ടപ്പോ. പിന്നെ എന്തോ ലൈക്ക് പിന്നെ ഒരു ഉണർവ് വന്നു എല്ലാവർക്കും ഒരു ഓക്കെ. അതുവരെ എല്ലാരും ചത്ത് കുത്തിയിരിക്കും, സീരിയസ്ലി പറഞ്ഞ ചത്ത് കുത്തി എന്തെങ്കിലും ചെയ്യാന്ന് പറയടാ. ആർപ്പി കളിക്കാടാ സിറ്റി അണ്ണ അത് അവിടെ അത് അണ്ണ അല്ലെങ്കിൽ അണ്ണ ഇത് അണ്ണ ഓരോരുത്തരും കെഞ്ചി കെഞ്ചി വിളിക്കണം, മനസ്സിലായി ഓരോ ദിവസം. പക്ഷെ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു, എല്ലാരും ഇപ്പൊ നോക്കിയാലും വി സി കാണും എല്ലാരും, മനസ്സിലായോ. എല്ലാരും വന്ന് വി സിയിൽ എല്ലാം ആക്റ്റീവ്, കട്ട ആക്റ്റീവ്. ഓ നോക്കി പിരിക്കും അണ്ണ എപ്പൊ കയറണമെന്ന്. കയറില്ല, ഞാൻ നോക്കിയപ്പോ സ്റ്റീവൊക്കെ കേരളത്ത് പോലും ഇല്ല, വിളിച്ചാൽ പോലും മറ്റേ ഫോട്ടോ അയച്ചു തരും. വേറെ എവിടെയെങ്കിലും അടുക്കള അണ്ണാ ഞാൻ ബിസിയാണ് അണ്ണാ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന്. ഞാൻ നോക്കിയപ്പോ ഇന്ന് നോക്കിയപ്പോ സിറ്റിക്കകത്ത് ആള് വണ്ടിയൊക്കെ വെച്ച് അണ്ണാ വണ്ടിയൊക്കെ കിട്ടുന്നത് എല്ലാം സെറ്റാക്കി വെച്ചേക്കണം. ആള് സിറ്റി ഫുൾ ആക്റ്റീവ്. എന്തരടേ വീഡിയോ സിനിമോനെ എന്തിനു ചെയ്ത് വെച്ചേക്കണ. ഒന്നും പറയില്ല, ഒന്നും പറയില്ല സിനിമനെ. സിനിമ വേറൊരു കേസാണ്. വീഡിയോ ചെയ്യണ മുമ്പേ അവൻ പറയണം, അണ്ണാ ഞാൻ കുറെ ദിവസമായിട്ടാണ് ആ വീഡിയോ ഒക്കെ ചെയ്യാൻ പോണേ. ഞാൻ ലൈക്ക് എന്തോന്ന് ഞാൻ ഇത് എന്റെ പഴയ പോലെ ഒന്നും എന്നെ ഒന്ന് പ്രതീക്ഷിക്കരുത്, മനസ്സിലായ. പഴയ പോലെ ഒന്നും എന്നെ ആ വീഡിയോയിൽ ഒന്നും പ്രതീക്ഷിക്കില്ല. ഞാൻ ഇതൊക്കെ പണ്ടായിരുന്നാണ്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എനിക്കറിയാം. ഞാൻ പറയടാ നീ നിന്റെ രീതിയിൽ ചെയ്തോടാ, അതൊക്കെ ആ, മനസ്സിലാവും. അറിയാം നീ കുറെ ദിവസമായി നീ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്തൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വീഡിയോ കണ്ടപ്പോ മയിരി എന്റെ മൈൻഡ് പോയി ഫുള്ള്. എന്നുവെച്ചാ മൈൻഡ് എന്നല്ലേ നമ്മളെ എന്താ പറയണ്ടേ, ഞാനൊക്കെ ഇരുന്ന് ഒരുമാതിരി എനിക്ക് കരച്ചിൽ വന്നു. തിരിച്ചു പറയാം, കരഞ്ഞു പോയി ഞാൻ. സത്യം സുനിമോനെ അത് ഒരിക്കലും എത്ര വർഷം നീ എഡിറ്റ് ചെയ്യാതിരുന്നാലും നിന്റെ വീഡിയോക്ക് നീ ഒരു വീഡിയോ ചെയ്യുമ്പോ അത് ആ ഒരു ഫീലിംഗ് അത് ഇനി എത്രക്ക് നീ ബ്രേക്ക് എടുത്താലും അത് കിട്ടോടാ. അതൊരിക്കലും നിന്റെ കൈവിട്ട് പോവില്ല. അത് ബ്ലഡ് ലൈനിലുള്ളതാണ്. ഏഹ് അത് ഒരിക്കലും പോകത്തില്ല സുനിമോനെ, അത് അങ്ങനെയാണ് കുട്ടാ. സോ ഇത്രേ ഉള്ളു ഗൈസ്. നമ്മൾ ഇറങ്ങിയ വരെ ഉള്ളൂ. ബാക്കി ഇനി ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലായത്. ഇപ്പൊ കുറച്ച് പേരൊക്കെ വന്ന് സ്ലോട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല. എന്താണെന്നുള്ള രീതിയിൽ വഴിയെ അറിയും ഗൈസ്, ആരൊക്കെ ഉണ്ട് ആരൊക്കെ കൂടെ ഇല്ല എന്നൊക്കെ വഴിയെ അറിയും. ഇപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങിയവരാണ് ഗ്യാങ് സ്ലോട്ടിലും പേര് കൊടുക്കുന്നത്. ഇനി ഗ്യാങ്ങില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്, ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെന്നിട്ട് ആരെയും ലൈക്ക് അങ്ങോട്ട് ചെന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചവരുണ്ട്, വന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ നോക്കി ഓക്കെ കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ അത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് വി സി പോവാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. റിക്രൂട്ട്മെന്റ് സമയത്ത് റിക്രൂട്ട്മെന്റ് ഡേ സമയത്ത് അത് പറയാം. എന്തായാലും കാണും. കാരണം നമ്മളിപ്പോ ടോട്ടലി 13 പേരാണ്, 13 പേരാണ് ഇപ്പോൾ ഉള്ളത്. കറന്റ് 13 പേരാണ് ഉള്ളത്. അതില് ട്രിക്കി സ്ട്രില്ലിനെയും കൂട്ടാതെയാണ് 13 പേരാണ് ഉള്ളത്. അവര് അപ്ഡേറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ലൈക്ക് കറന്റ് അവർ ഇനാക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ട്രിക്കിയുടെ കേസ് നിങ്ങൾക്ക് അറിയാം, അവൻ പുറത്താണ്. അപ്പൊ അവനും ഒന്നും പറഞ്ഞിട്ടില്ല, അപ്ഡേറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുന്ന ഡേയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരൊക്കെ കാണും ആരൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, പിന്നെ നമ്മൾ മെയിൻലി ഞാൻ പറയാം, നമ്മൾ ഡിമെൻസിറ്റിയിലാണ് കളിക്കുന്നത്. അപ്പോ അപ്പോ ലൈക്ക് ഡിമെൻഡിലാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ ഇത് ചന്ദ്രൻ ഹായൻ കോംബോ ആ കോംബോ ഒന്നും മിസ്സൊന്നും ആവത്തൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ നമ്മൾ മാറി, അങ്ങനെയൊന്നും ഇല്ല. ചന്ദ്രൻ ഇവിടെ വരും, അവൻ കളിക്കും, നമ്മൾ അവിടെ ഇടയ്ക്ക് അപ്പുറത്ത് പോകും കളിക്കും. ഇനി എന്തായാലും ലൈക്ക് ടി വിയുടെ വണ്ടി വരുന്ന അന്ന് നമ്മൾ വരും ഉറപ്പായിട്ട്. അന്ന് ഞാനും എല്ലാവരും വരും. ഗുലാന് സർക്കണ് ഇവരൊക്കെ വരും വണ്ടിയുടെ അത് കൊടുക്കുന്ന ടൈമൊക്കെ. അതൊക്കെ കാണും. നിങ്ങൾ ഇങ്ങനെ കിടന്ന് അയ്യോ അത് ഇത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇത് ഇങ്ങനെയാണ് ആ ഒരു രീതിയിൽ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലവ് മാത്രം സ്പ്രെഡ് ചെയ്യുക, വെറുതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യല്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് ലൈവ് കാണുക, എൻജോയ് ചെയ്യുക. അതാണ് എനിക്ക് മെയിൻലി പറയേണ്ടത്. നിങ്ങൾ ആർ പി കണ്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾ പറ്റുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ അത്രയും വിചാരിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ഇതാക്കണ്ട, മനസ്സിലായോ. അപ്പൊ ഗൈസ് നമ്മൾ ഇടാൻ പോവാണ്. അത്രേ ഉള്ളൂ. അയ്യോ HF
എടാ പക്ഷെ ഇത് എങ്ങനെയാടാ സ്പേസ് ബാർ താഴോട്ട് ഷിഫ്റ്റ് എൻ്റർ ആണോ താഴോട്ട്? ഓക്കെ ഓക്കെ, ഷിഫ്റ്റ് എൻ്റർ ആണല്ലേ താഴോട്ട് പോയെ? ഷിഫ്റ്റ് ഉണ്ടോ അവിടെ ഓൾറെഡി ഗ്യാങ് നെയിം അല്ലല്ല അത് മറ്റേ ഇതാക്കാൻ വേണ്ടി അടിച്ചപ്പോ ഇതായിട്ട് ഇതാക്കാൻ വേണ്ടി അടിച്ചതാ. അപ്പൊ താഴോട്ട് പോയാ കുഴപ്പമില്ല. റേഡിയോ നമ്പർ എത്ര ആണോ? ഞാൻ പറഞ്ഞ നമ്പർ മതിയോ? 105. ഓക്കെ അല്ലേ അത്? ഒരു മിനിറ്റ് കുലാലെന്ന് 105 നമുക്ക് കേറാൻ പറ്റുമോ? അത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇവിടെ എത്ര നമ്പർ കൊടുത്തേക്കണം ഇവിടെ? ആ പറ്റും 369 കൊടുത്തേക്കണം ഇവിടെ. ആ, ഓക്കേ. 105 കൊടുക്കാൻ കാരണം ഉണ്ടോ? ഇത് കണ്ടോ ഡയോസിന്റെ 105 മറ്റേ കാർ നമ്പറില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കാന്ന് പറഞ്ഞത്. മനസ്സിലായോ? 105 മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് സംഭവം സുനിമോന്റെ ബുദ്ധിയാണ്, എന്റെ ബുദ്ധി ഒന്നുമില്ല. ഞാൻ വണ്ടിക്കകത്തവൻ ഡീകോഡ് ഒരു D105 എന്നാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മതി എന്ന് പറഞ്ഞത്. 105 മതി എന്ന് പറഞ്ഞത്. മനസ്സിലായോ? 105 അത് സുനിമോന്റെ ഇതാണ്, അത് അവന്റെ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതായി. പിന്നെ എന്തിനാണ്? കളർ. യെസ്, കളറാണ് മെയിൻ സംഭവം. കളർ കളർ യെസ്. റെഡ് അല്ല, ഫസ്റ്റ് ബ്ലാക്ക്. റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെ. റെഡ് ബ്ലാക്ക്. അയ്യോ, പ്രൈമറി ബ്ലാക്ക് അല്ലേ? ആ ബ്ലാക്ക്, വൈറ്റ്, റെഡ്. ഗ്രേ ഉണ്ടോ? ഗ്രേ ഇല്ല ഇല്ല. ഇതാണ് മെയിൻ. റെഡ് വേണ്ട, വേറെ അല്ലടാ. റെഡ് നമ്മുടെ പ്രൈമറി അല്ല, നമ്മുടെ പ്രൈമറി ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആണ്. ലീഡർ കറക്റ്റ് ഡാനി. മെന്റൽ ഹെൽത്ത് ഹൈ ബ്രോ. നെയിം കറക്റ്റ് ആണോ? എന്ത് കറക്റ്റ് അല്ലേ? 2K ഉണ്ടോ? ഓക്കെ ഓക്കെ. അത് 1K ആണ്. 2K ഇല്ലേ? 2K ഉണ്ട് ഇല്ലേ? ഇട് ഞാൻ ചോദിക്കാം. കറക്റ്റ് അല്ലേ? ഇത് കൺഫ്യൂഷൻ ആക്കിയല്ലോ. എന്നെ കൺഫ്യൂഷൻ ആക്കുന്നത്. എന്നെ കൂടി എന്നിട്ടാലും കൺഫ്യൂഷൻ ആക്കാം. ഒരു കെ അല്ലേ? എല്ലാവർക്കും ഹായ് ഗൈസ്. പറ്റും. രണ്ടുണ്ട്, 2K ഉണ്ട്. ആ ഉണ്ട്, അത് തന്നെ. പിന്നെ എന്നെ കൂടി പോടാ ഫ്ലഫ്. അറിയാം, നീ പഠിപ്പിക്കാന്നില്ല. എടാ ഇത് മെൻഷൻ ചെയ്യണമല്ലോ. ഓക്കെ, പേര് കഴിഞ്ഞിട്ട് ഇതാകണ്ടേ. ഹായ്. എന്റെ ഒരു ഡെഡ് പൂൾ എന്നാണ് കിടക്കുന്നത് കേട്ടോ ഇതില്. ഇത് മേര് പറ്റണം പറഞ്ഞിട്ട്. അത് മറ്റേ ഗ്യാങ്ങിന്റെ റോള് വരുമ്പോ തന്നെ മാറും. ഗ്യാങ് നെയിം എന്താ? ഡയോസ് ഗൈസ്. ഡയോസ്. ഞാനും ശരി പ്രശ്നമാണ്. എനിക്ക് ഞാനും പറഞ്ഞു പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ ഗൈസ്. നിങ്ങളപ്പം ഞാനും ഉണ്ട്. മെമ്പർ 1 2 3 അങ്ങനെ. മുഹമ്മദ് ഷഹീർ 2 ഐ ഇല്ല ബ്രോ, ഒറ്റ ഐ ഉള്ളൂ. 1 ഐ. മെമ്പർ സ്പേസ് 1 2 മൂന്നാമത്തെ. ഓക്കെ, പയ്യെ പറ. അണ്ണാ ഒരു ഗോൾ ഉള്ളോ? ഞാൻ ഉണ്ടല്ലോ അണ്ണാ കൂടെ. അതൊക്കെ സിറ്റിയിൽ ആക്റ്റീവ് അതാ ഞാൻ ചുമ്മാ ഇവിടെ കോൾ ലീഡറൊക്കെ സിറ്റിയിൽ ആക്റ്റീവ് ആയിട്ട് കഴിഞ്ഞിട്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേട്ടാ. കാർത്തി താങ്ക് യു സോ മച്ച്. നിനക്ക് ഉമ്മല്ലേ വേണ്ട? അമ്മ പച്ചലേസേ, നീ ഇനിമേതാ കാണപ്പോറേ. ഓക്കെ, ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിമേതാ കാണപ്പോറേ. ഏത്
ഗൈസ് ഈ എടാ ഇനി വരുന്ന അപ്ഡേറ്റ്സ് ഇനി കോളിഡറെ ആരെയൊക്കെ ആക്കണമെങ്കിൽ ഇനി അത് സെർവറിൽ കളിച്ച് ഫോം ചെയ്ത് ആക്കാം. ഇത് ഞാൻ ചോദിച്ചതാ. ഞാനൊന്നും കോലിടണം വേണ്ട. എല്ലാവർക്കും അവർക്ക് ഡിസേർവ് ആയിട്ടുള്ള അവര് തന്നെ കളിച്ച് അത് തന്നെ ആയിക്കോളും. മനസ്സിലായോ? ഇപ്പൊ വേണം ഞാൻ എന്റേത് വേണം എന്റെ കോളിഡർ മാറ്റി ഞാൻ മെമ്പറിലോട്ട് ഇടാം. അത് വേണ്ട അത് വേണ്ട. ഓ, നീ എന്ത് സുഖാ. എനിക്ക് ഞാൻ പ്രശ്നമില്ല. അതിന്റെ ആവശ്യമില്ല. വലിയ ഞാൻ ഒരു കാര്യം പ്രശ്നം. പറയട്ടെ, നമ്മളിപ്പോ കോ ലീഡർ ലീഡർ എന്നുള്ള ഒരു സിസ്റ്റം അല്ല നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും നമ്മളെല്ലാരും ഒന്നാണ്. ഇത്രേ ഉള്ളു. ഇവിടെ ഒരു ഫോർമാറ്റ് ഇടണമെങ്കിൽ അത്രേ ഉള്ളൂ. അനുസം ബ്രോ ഹായ് ഹലോ. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ സ്ലോട്ട് അപ്ഡേറ്റ്. ഇതാണ് നമ്മുടെ ഗ്യാങ്. ഇനിയാണ് നമ്മൾ ഗ്യാങ്ങിലോട്ട് ആൾക്കാരെ ക്ഷണിക്കുന്നത്. ആരൊക്കെയാണെന്ന് വലിയ ദിവസം അറിയാം. ഓക്കെ, എന്തായാലും വാർന്ന് കളിക്കാൻ പറ്റില്ല ഈ മെമ്പേഴ്സിനെ വെച്ചിട്ട്. 15 പേരെ മിനിമം വേണം. നമ്മൾ 13 പേരേ ഉള്ളു. ഇപ്പൊ ഇതിലുള്ളത് തന്നെ മണം. പക്ഷെ ഈ 13 പേരില് ഞാൻ പറയാം, ആക്റ്റീവ് അല്ലാത്ത 2 പേര്, മളു ആക്റ്റീവ് അല്ല, പിന്നെ നമ്മുടെ ബുള്ളറ്റും ആക്റ്റീവ് അല്ല. അപ്പം വീണ്ടും കുറഞ്ഞു സുനിമോൻ 2 പേര്. സുനിമോനെ അപ്പൊ വാ കയറ, സിറ്റി വാ കയറ്, ലെറ്റ്സ് ഗോ. ബ്രോഡ്കാസ്റ്റ് പണ്ടേ ഉണ്ടല്ലോ, പുതിയ ഓപ്ഷൻ വന്ന അതില്. അണ്ണാ ഇതാ ഇവിടെ പോയി എന്റെ പേരൊക്കെ മാറ്റാം. എടാ അപ്പൊ സെറ്റ് അല്ലേ? കളർ ഓക്കെ. എടാ റേഡിയോ നമ്പർ ഓക്കെ, റേഡിയോ നമ്പർ, പേര് ഇത് ഓക്കെ, സെറ്റ്. ഇത്ര തന്നെ. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് നേരെ സിറ്റി കയറാം. വിച്ച് സിറ്റി ബ്രോ? ഡിവൻ സിറ്റിയിലാണ് ഗൈസ് നമ്മൾ ഗ്യാങ് ആവുന്നത്. ഫസ്റ്റ് ഡിവൻ സിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഗ്യാങ്. ഗ്യാങ് ഹൗസ് എവിടെയാണ് ബ്രോ? അപ്പോൾ നിങ്ങളുടെ ഗ്യാങ് ഹൗസ് ഒന്നും സ്ഥലം പോലും ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ആകെ പേര് മാത്രം. പിന്നെ ഈ ഒരു ലോകം മാത്രം ആണ് ഇപ്പോഴത്തെ നമ്മളെ സ്വത്ത് എന്ന് പറയാം. പിന്നെ നമ്മളെ 13 പേര്. ഇതാണ് നമ്മുടെ സ്വത്ത് ഇപ്പോഴത്തെ. അണ്ണാ പുതിയൊരു ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്, വാൾപേപ്പർ. യെസ്, അതെന്തൊരു അതായത് എപ്പോ സെറ്റ് ആക്കി? ശാലിനി ഒന്ന് പുതിയ ചെയ്ത്